എതിർക്കുന്നവരാകണം, മതനിരപേക്ഷത സംരക്ഷിക്കുന്നവരാകണം. ഇതാണ് ജനങ്ങളുടെ പൊതുവായ ബോധ്യം. അതിൻ്റെ ഭാഗമായി 20 മണ്ഡലങ്ങളിലും കാണാൻ കഴിഞ്ഞത് അഭൂതപൂർവമായ കാഴ്ചയാണ്. ഈ വികാരത്തിൽ നിൽക്കുന്ന ജനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും LDF അനുകൂലമായ ഒരു തരംഗം എന്ന രീതിയിൽ ഉയർന്നു വരുന്നതിന് ഇടയാക്കിയിരിക്കുകയാണ്. പൊതുവെ LDF മികവാർന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടാനാകുമെന്നതാണ് പൊതുവെയുള്ള നില. ഇതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ചോദ്യങ്ങളാവും. മൈക്ക് രണ്ട് സൈഡിലും കൈമാറിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് സംഭവിച്ച ഒരു കാര്യം ഇതോടൊപ്പം ചേർത്ത് നമ്മൾ കാണണം. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരിക, ആ ഒരു നിലപാടാണ് സംഘപരിവാർ പൊതുവെ സ്വീകരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി ഓരോ സ്ഥാപനത്തിൻ്റെയും സ്വതന്ത്രാവസ്ഥ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നം ഈ ഘട്ടത്തിൽ നമ്മൾ മറന്നുപോകാൻ പാടില്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യാൻ നേരത്തെ നിയോഗിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഏകപക്ഷീയമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന നില സ്വീകരിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നമ്മുടെ രാജ്യത്തെ പരമോന്നതമായൊരു ഭരണഘടനാ പദവിയല്ലേ. ആ പരമോന്നതമായ ഭരണഘടനാ പദവിയിൽ നാം പൊതുവെ പ്രതീക്ഷിക്കുന്ന നിഷ്പക്ഷത, അതിൻ്റെ ഭാഗമായുള്ള കാര്യക്ഷമത, അതോടെ ഉള്ള ഇടപെടൽ വരുമ്പോൾ ആ ഇടപെടൽ പാടില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത് എന്തിനാണ്? തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള കമ്മീഷനാണ് വരേണ്ടത്. കമ്മീഷൻ തങ്ങളുടെ ആജ്ഞാനുവർത്തികളാകണം. ഇതിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണത്തിനുള്ള സമിതി തന്നെ ആ തരത്തിലേക്ക് മാറ്റിയത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന കാര്യങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ ഒരുപാട് ചട്ടലംഘനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന വ്യക്തികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ അടക്കം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഒന്നിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷത വ്യക്തമാക്കുന്ന നിലപാട് സ്വീകരിച്ച അനുഭവം രാജ്യത്തിനില്ല. ഇപ്പോൾ പച്ചയായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുകയും പ്രത്യേക വിഭാഗത്തിൻ്റെ വികാരം കുത്തിയിളക്കത്തക്ക രീതിയിൽ വർഗീയ പ്രചരണം നടത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നടത്തിയത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഉടനെ ഇടപെടേണ്ട കേസാണിത്.
പക്ഷേ ഇടപെടുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ നിഷ്പക്ഷത ജനസമക്ഷം രാജ്യത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണിത്. കാരണം അത്ര പച്ചയായാണ് ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, CPM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർ പരസ്യമായി തന്നെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്, നിങ്ങളുടെ നിഷ്പക്ഷത തെളിയിക്കേണ്ട ഒരു കാലമാണിത് എന്ന്. എന്നിട്ടും ഇതേവരെ കമാന്നൊരക്ഷരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഇത് ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. സ്വാഭാവികമായും പരമോന്നത കോടതിയുടെ മുന്നിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടി വരും എന്നത് തന്നെയാണ് നാം കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന BJP-ക്കെതിരെയുള്ള പൊതുവികാരം അത് കൂടുതൽ ശക്തമാവുകയാണ്, പ്രബലമാവുകയാണ്. അതിൻ്റെ ഭാഗമായി കൂടുതൽ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് BJP-ക്ക് സംഭവിക്കുകയും ചെയ്യുക. രാഹുൽ ഗാന്ധിക്കെതിരെ ഈ പപ്പു പരാമർശം ഉണ്ടാകുന്നത് CPM എടുത്തൊരു നിലപാട് അതൊരു ശരിയായ രാഷ്ട്രീയ രീതിയില്ല. ആളുകളെ അങ്ങനെ തിരിവ് പറഞ്ഞു ശരിയല്ല. ഈ അടുത്ത കാലത്ത് മാറി എന്താ ആദ്യം പറഞ്ഞ കേട്ടില്ല, ആദ്യത്തെ കേട്ടില്ല. എന്താ പേര് പറഞ്ഞ്? രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ കാലങ്ങളിൽ പപ്പു എന്ന് പറഞ്ഞ് അതിശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ അന്ന് CPM എടുത്തൊരു നിലപാട് അങ്ങനെ പേര് പറഞ്ഞ ആളുകളെ കളിയാക്കുന്ന രാഷ്ട്രീയ രീതി CPM ഇല്ല എന്നായിരുന്നു. അങ്ങനെ ഇവരെ പറഞ്ഞു കേട്ടു. പക്ഷെ ഈ ഘട്ടത്തിൽ അങ്ങ് ആ പേരിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം കിങ്ങിണിക്കുട്ടൻ എന്ന പ്രയോഗം നേതാക്കളിൽ ഇതൊക്കെ ഒരു മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത്? അത്രമാത്രം ഒരു വിയോജിപ്പ് രാഹുൽ ഗാന്ധിയുമായി ഉണ്ടായിരുന്നെന്ന് സൂചിപ്പിച്ചു. രാഹുൽ ഗാന്ധി നല്ല മാറ്റം വന്നു എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ സാധാരണ പറയാറുള്ളത്. ഈ യാത്രയൊക്കെ നടത്തിയപ്പോൾ കുറേ അനുഭവമൊക്കെ വന്ന് അദ്ദേഹത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ സൗഹൃദ സംഭാഷണത്തിലൊക്കെ പറയുന്നത് കേൾക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റുന്ന രീതിയിലല്ല. ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായാലും സ്വീകരിക്കേണ്ട പൊതുവായ ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളൊന്നും ഒരു ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് പിന്നെ അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ല. അത് കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരം ആലോചനകളൊന്നും നടത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ രാജ്യത്ത് അതീവ ഗൗരവമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത്തരം വിഷയങ്ങളുടെ വലിയ ചർച്ച ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല എന്നത്. ഇന്ത്യയിൽ ആ ഘട്ടത്തിലില്ല എന്നത് പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില പലപ്പോഴും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ രാജ്യത്തിൻ്റെ മുന്നിലുള്ള അനുഭവമാണ്. അതൊന്നും ആരും സാധാരണ വിമർശനമായിട്ട് ഉന്നയിക്കാറില്ല. കാരണം അത് ആ പാർട്ടിയുടെ കാര്യമാണ്, ആ പാർട്ടി നിശ്ചയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മളെന്തിനാണ് അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കേണ്ട കാര്യം? പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് BJP-ക്കെതിരെ വലിയ തോതിലുള്ള പൊതുവികാരം രാജ്യത്താകെ അലയടിച്ചുയരുമ്പോൾ ഈ കേരളത്തിൽ വന്നിട്ട് BJP-യെ സഹായിക്കുന്ന കേരള അന്തരീക്ഷത്തിൽ BJP-യുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെപ്പോലൊരാളിൽ നിന്ന് ഉണ്ടാവുക എന്നത് തീർത്തും അപക്വമായൊരു കാര്യമാണ്. ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ ചില ആളുകൾക്ക് പ്രത്യേകമായ ചില താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാകാം. അതിൻ്റെ ഭാഗമായി അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ ആവർത്തിക്കേണ്ട ഒരു വ്യക്തിത്വമല്ലല്ലോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകേണ്ടത്. അദ്ദേഹം
രാജ്യത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളായിട്ടല്ലേ മാറേണ്ടത്. അവിടെ അതിനനുസരിച്ച് പ്രതികരണമാണ് ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഴയ പേരിലേക്ക് മാറരുത് എന്ന്. നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ കോൺഗ്രസ്സുകാർ തന്നെ ഇവിടെ പറയാറുണ്ടായിരുന്നു. നിങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത് ഒരു മാറ്റവും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ്. ആ പറഞ്ഞത് തീർത്തും ശരിയായൊരു കാര്യമാണ്. ആ പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ LDF-ഉം CM-ഉം ഒക്കെ ഇങ്ങനെ വിമർശിക്കുന്നത് അത് മോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവടക്കം പറയുന്നത്. അതൊരു ഇവർ തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ പറയുന്നു. അത് നിങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരിടത്ത് പറഞ്ഞതായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാന പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ. ഞാൻ വിമർശിക്കുന്നതിനേക്കാളും കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തല്ലോ. എന്താ കാര്യം? രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുന്നത് എന്തിനാ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിമർശിക്കേണ്ടി വരാത്തത് എന്തിനാ? ഇത് രണ്ടും നമ്മൾ കാണണം. ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ പോവുകയില്ല, എങ്കിലും ഈ ചോദ്യം വന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണമല്ലോ, അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. പൗരത്വ നിയമ ഭേദഗതി എന്നത് ഈ രാജ്യത്തെ RSSന്റെ അജണ്ടയാണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ?